വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഈ ഒരു ടൈമിൽ യൂണിവേഴ്സിന് എന്ത് മെസ്സേജാണ് തരാനുള്ളത് നോക്കാം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ എനർജി വെച്ച് പറയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം സ്ക്രീനിൽ കാണുന്ന കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലെ യൂണിവേഴ്സിനോട് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതിന് യൂണിവേഴ്സ് യെസ് ഓർ നോ ആൻസർ തരുന്നതായിരിക്കും. കാർഡ് നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ജോലിയിൽ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ആരംഭിക്കാൻ പോകുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നന്നായി തന്നെ പൂർത്തീകരിക്കാനും അതിലൊരു വിജയം കാണാനും നിങ്ങൾക്ക് കഴിയും. ജോലിയിൽ അല്പം റിസ്ക് ഒക്കെ എടുക്കേണ്ട സമയമാണിത്. പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾ അതിന് പൂർണ്ണമായും തയ്യാറാണോ എന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. കാർഡ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സിന്റെ ആൻസർ യെസ് എന്നാണ്. കാർഡ് നമ്പർ 2 ചൂസ് ചെയ്തവരോട് നിങ്ങളിപ്പോൾ ശരിയായ ദിശയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ തുടങ്ങി വെച്ച കാര്യവുമായി മുന്നോട്ട് പോകാം. അത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ അതിൽ ഓരോരുത്തരുടെയും വാല്യൂ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയത്തിലെത്തും. അതിലൂടെ ഉണ്ടാവുന്ന ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ അനുഭവിക്കാൻ കഴിയും. കാർഡ് ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സ് തരുന്ന ആൻസർ യെസ് എന്നാണ്.